തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ്. എനിക്ക് ഒട്ടും ഖേദമില്ല ഇത്രയധികം ആക്രമണം നടത്തിയതിൽ എന്ന് മുംബൈയിൽ അറസ്റ്റിലായ അജ്മൽ അമീർ കമാൽ എന്ന ഭീകരൻ പറയുകയാണ്. ആദ്യം ഇയാൾ തനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ബോധം വന്നതിന് ശേഷം രണ്ടാമത് ബോധം വന്നതിന് ശേഷം ഇയാൾ വെളിപ്പെടുത്തിയ ഒരു കാര്യം, ഇതിലും അധികം ഞാൻ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അത്രയും നടന്നില്ല. എങ്കിലും തനിക്ക് ഒട്ടും ഖേദമില്ല, ഏൽപ്പിക്കാവുന്ന പ്രഹരം ഏൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അജ്മൽ അമീർ കമാൽ വെളിപ്പെടുത്തുന്നു. കൊല്ലുമ്പോൾ ദയ വേണ്ട എന്ന് ഭീകരർക്ക് നിർദ്ദേശം ലഭിച്ചതായിട്ടാണ് ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ഭീകരാക്രമണത്തിനായി കറാച്ചി തുറമുഖത്ത് നിന്നും താൻ ഉൾപ്പെടെ 12 ലഷ്കർ പ്രവർത്തകരാണ് പുറപ്പെട്ടതെന്ന് ഈ അജ്മൽ പറഞ്ഞിട്ടുണ്ട്. മുംബൈയിൽ നടത്താനിരുന്ന കൂട്ടക്കൊലയ്ക്ക് ഒരു ദയയും വേണ്ട എന്നായിരുന്നു ഇവർക്ക് ലഭിച്ച സന്ദേശം. ലാഹോറിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് ഇവർ കറാച്ചിയിലെത്തിയത്. ട്രെയിനിൽ മറ്റ് യാത്രക്കാരുമായോ മുംബൈയിലേക്കുള്ള യാത്രയിൽ പരസ്പരമോ സംസാരം പാടില്ല എന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഫൈസൽ ഹാറൂൺ എന്ന പേരിലും അജ്മൽ അറിയപ്പെട്ടിരുന്നുവെന്നും ലഷ്കർ തൈബ ഇന്ത്യയിൽ നടപ്പാക്കിയ ഭീകര പദ്ധതികളുടെ പ്രധാന ഗൂഢാലോചകരിൽ ഒരാളായിരുന്നു ഇയാളെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾ 2 വർഷം മുമ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലഷ്കർ നാവിക കേന്ദ്രം സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബിലും പാക് അധീന കാശ്മീരിനുമിടയിലെ മംഗ്ല അണക്കെട്ടിൽ ഭീകരർക്ക് നാവിക പരിശീലനം നൽകിയിരുന്നുവെന്ന് അജ്മൽ പറഞ്ഞിട്ടുണ്ട്. തട്ടിയെടുത്ത മത്സ്യബന്ധന ബോട്ട് മുംബൈക്ക് സമീപം സസൂണിലാണ് നങ്കൂരമിട്ടത്. കരയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം അസാധ്യമാണെന്ന് കണ്ടതിനാലാണ് കടൽ മാർഗം തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മത്സ്യബന്ധന ബോട്ട് പിടിച്ചെടുത്ത ശേഷം ഇവർ ഈ പാകിസ്ഥാൻ സ്വദേശികളാണെങ്കിൽ കൂടി ഇവർ കയ്യിൽ രാഖി കെട്ടുകയും പിന്നീട് സിന്ദൂരമണിഞ്ഞ് ഇന്ത്യക്കാരെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. സാധാരണ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ രാഖി കെട്ടി പ്രാർത്ഥിച്ച് സിന്ദൂരം തൊട്ട് ശേഷമാണ് അവർ മത്സ്യബന്ധനത്തിന് പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൈനികരെയും മറ്റും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇത്തരം നടപടികൾ പോലും അവർ കൈക്കൊണ്ടിരുന്നു എന്നും ഇവരെ നയിച്ച GPS സംവിധാനമാണ് എന്നുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഈ GPS സംവിധാനം എന്നുള്ളത് ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം അഥവാ GPS മൈക്രോവേവ് സിഗ്നലുകൾ നൽകുന്ന മധ്യോപരിതല ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അമേരിക്കൻ പ്രതിരോധ വകുപ്പാണ് GPS വികസിപ്പിച്ചെടുത്തത്. ഭൂപട നിർമ്മാണത്തിനും ഭൂമി സർവേക്കും ഫലപ്രദമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് കണ്ടുപിടിച്ചത്. GPS സാങ്കേതികവിദ്യയുള്ള ഉപകരണങ്ങളാണ് ഇപ്പോൾ വിപണിയിൽ ഏറെയും പുതുതായി വരുന്നത്. മൊബൈൽ ഫോണുകളാണ് മുന്നിൽ. GPS നഗരത്തിലെ അവസ്ഥ നേരത്തെ മനസ്സിലാക്കി സുരക്ഷിതമായ വഴിയിലൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്താം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇങ്ങനെ എല്ലാവിധ ആധുനിക സംവിധാനങ്ങളോടെയാണ് ഇവർ ഭീകരാക്രമണത്തിന് തുനിഞ്ഞത്. 5000 പേരെ കൊല്ലുക. ഇന്ത്യയിൽ US സെപ്റ്റംബർ 11 ആവർത്തിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. താജിലും ഒബ്രോയിലും നരിമാൻ ഹൌസിലും ആളുകളെ ബന്ദികളാക്കി വിലപേശുക എന്നൊരു മറ്റൊരു ലക്ഷ്യമായിരുന്നു. പാകിസ്ഥാനിലെ മാരിറ്റ് ഹോട്ടൽ സ്ഫോടനത്തിൽ തകർത്തതുപോലെ താജും തകർക്കുക, യാതൊരു കാരുണ്യവുമില്ലാതെ ദൌത്യം പൂർത്തിയാക്കുക, ജീവനോട് മടങ്ങുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇന്നലെ സ്ഫോടനത്തിൽ ആക്രമണത്തിൽ വളരെയധികം നാശനഷ്ടമുണ്ടായ താജിന്റെ ഉടമ രത്തൻ ടാറ്റ നിർനിമേഷനായി എവിടെ നടന്ന നാശനഷ്ടങ്ങൾ നോക്കിക്കണ്ട ചിത്രങ്ങൾ ഇന്ന് പത്രങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹം വളരെ വിഷമം അദ്ദേഹത്തിന് തീർച്ചയായും ഉണ്ടാകും. അദ്ദേഹത്തിന്റെ പൂർവികർ പണികഴിപ്പിച്ച ഏറ്റവും ഇന്ത്യയുടെ വാസ്തുശില്പ പാരമ്പര്യത്തിൽ. ഹലോ, ആശുവിന്റെ അടുത്ത് ഇവിടെ അടുത്തുള്ള ആളെ കാണാൻ ഞാൻ ഞങ്ങളുടെ അടുത്ത് കണ്ടു പറഞ്ഞു. ക്യാൻസലേഷൻ 1 മണിക്കൂർ കൊണ്ട് നടത്തി തരും. അത് വലിയ ഇഷ്യൂ ഉള്ള കാര്യമാണ്. 1 മണിക്കൂർ കൊണ്ട് നടത്തി തരും. ഹലോ, 1 മണിക്കൂർ കൊണ്ട് നടത്തി തരും. എപ്പോ കൊടുത്താലും. ആള് നാളെ പോണ ആളല്ലല്ലോ. നാളെ പോണ ആളാണോ? എന്നാ നാളെ ചെയ്യാം. എനിക്കിന്ന് ഇവിടെ നല്ല പണിയാണ്. അങ്ങോട്ട് വരാനുള്ള സമയം കിട്ടുമോ തോന്നിയില്ല. ഇന്ന് എനിക്ക് ഇവിടെ തന്നെ നല്ല പണിയുണ്ട്. അപ്പൊ ഇന്ന് അങ്ങോട്ട് വരാൻ കിട്ടുള്ള സമയം ഉണ്ടോ തോന്നിയില്ല. സമയം കിട്ടുകയാണെങ്കിൽ വരാം. ചെറുപ്പക്കാരാണ്, വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരാണ്. ചിലർക്ക് ഭാഷാ പ്രാവീണ്യം അസാമാന്യമാണെങ്കിൽ ചിലർക്ക് ഇതുപോലെയുള്ള കമ്പ്യൂട്ടർ പരിശീലനം അതൊക്കെ വളരെ അഗ്രഗണ്യരായ വ്യക്തികളായിരുന്നു ഈ തീവ്രവാദികളെന്ന് പത്രങ്ങളൊക്കെ തന്നെ എഴുതുന്നുണ്ട്. 10 മാസം മുൻപ് താജിൽ ഷെഫായി കയറിക്കൂടിയ വ്യക്തികൾ ഇതിനകത്തുണ്ടായിരുന്നു. കാരണം വ്യക്തമായി കമാൻഡോസിന് തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു. ഈ ഓപ്പറേഷനിടയിൽ താജിന്റെ ഓരോ മുക്കും മൂലയും വളരെ വ്യക്തമായി അറിയാവുന്ന ചിലർ ഈ
തീവ്രവാദികളുടെ ഇടയിലുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് മുറികൾ മാറുന്നു, വളരെ പെട്ടെന്ന് ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക് മാറുന്നു. ഇതൊക്കെ അറിയണം എങ്കിൽ, ഇത്ര കറക്റ്റായി അറിയണമെങ്കിൽ വളരെ മുൻപ് തന്നെ ഇതിനകത്ത് കയറിക്കൂടി താജിന്റെ ഓരോ ഇടനാഴികളും വ്യക്തമായി പഠിച്ചിരിക്കണം. അങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്ന് കമാൻഡോകൾ ഉറപ്പിച്ച് പറയുന്നു. 10 മാസം മുൻപ് തന്നെ താജിനുള്ളിൽ ജോലി നോക്കിയിരുന്നു പറയുന്നു. അതുമാത്രമല്ല 603 നമ്പർ മുറി ഇവർ 4 ദിവസം മുമ്പ് ബുക്ക് ചെയ്ത് അവിടെ 2 പേർ താമസിക്കുകയും ചെയ്തു എന്ന വിവരമാണ് ഒടുവിൽ കിട്ടിയിരിക്കുന്നത്. അവിടെ ഈ 2 പേരെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഒത്തിരി പേർ എത്തിയിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുമാണ് ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ രജിസ്റ്റർ മുഖാന്തരം ആരൊക്കെയാണ് അവിടെ താമസിച്ചിട്ടുള്ള അടുത്ത നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നത്. മലയാള മനോരമ അവരുടെ മുൻ പേജിൽ നൽകിയിരിക്കുന്ന ഈ മുംബൈയിൽ നിന്ന് വന്ന ആ ഒരു സമയത്തെ ചില റിപ്പോർട്ടുകളിൽ രാഷ്ട്രീയക്കാരെ ജനം ഇന്നലെ കൂവി എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. രാഷ്ട്രീയ വോട്ട് ബാങ്കിന് വേണ്ടി ഒരു രാജ്യത്തിന്റെ സെക്യൂരിറ്റിയെ പണയം വയ്ക്കുന്ന തരത്തിൽ ഇവിടെ വരികയും ഖേദം രേഖപ്പെടുത്തുകയും ചെയ്ത രാഷ്ട്രീയക്കാർക്ക് ഇന്നലെ വളരെ ഖേദിക്കേണ്ട ദിവസമായിരുന്നു എന്നാണ് പറയുന്നത്. ഭീകരാക്രമണം നടന്ന സ്ഥലങ്ങളിലേക്ക് ജനങ്ങളുടെ കൂവലേറ്റുവാങ്ങിയാണ് രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും എത്തിയത്. അവർ വന്നപ്പോഴും പോയപ്പോഴും ഉയർന്ന പരിഹാസം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ നേരിട്ടുള്ള പ്രതികരണമായി മാറി. സൈനികർക്ക് ജൈവിളികളുമായി അണിനിരുന്ന അവർ നേതാക്കൾ എത്തിയതോടെ കോവലിലേക്ക് ചുവടുമാറ്റി. പാർട്ടി ഏതായാലും രാഷ്ട്രീയക്കാരെയും സർക്കാരിനെയും കൊണ്ട് പ്രയോജനം ഇല്ലെന്നാണ് ഭൂരിഭാഗം ആളുകളും ഇന്നലെ പറഞ്ഞത്. അമിതമായാൽ അമൃതും വിഷം എന്ന് പറയാറുണ്ട്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇനി അധികകാലം ഇവിടെ കളിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും രാഷ്ട്രീയ നേതാക്കൾക്ക് ജനങ്ങളുടെ കൈകളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള സൂചകമായി കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് എന്ന് പത്രവാർത്തകൾ പറയുന്നു. ഇന്നലെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീലിന് സ്ഥാനം നഷ്ടപ്പെടും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ രാജ്യത്തിന്റെ സെക്യൂരിറ്റി തന്നെ അപകടത്തിലാകുന്ന തരത്തിൽ മുംബൈയെ പോലും തകിടം മറിക്കുന്ന തരത്തിലുള്ള ഏറ്റുമുട്ടലുകളൊക്കെ അരങ്ങേറിയിട്ടും കാര്യങ്ങൾ പഠിച്ചു വരികയാണ്, എല്ലാം പരിഗണിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ഒരു ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ എവിടെയാണ് കുഴപ്പമെന്ന് സാധാരണക്കാരൻ പോലും ചിന്തിച്ച് പോകും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത സെക്യൂരിറ്റി മീറ്റിംഗിലേക്ക് ശിവരാജ് പാട്ടീലിനെ ക്ഷണിച്ചില്ല എന്നുള്ളത് പത്രങ്ങൾ എടുത്തു പറയുന്നു. ഒപ്പം പാട്ടീലിന്റെ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണെന്നും ഈ റിപ്പോർട്ട് പറയുകയാണ്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ മഹോത്സവം ഡിസംബർ 4 വ്യാഴാഴ്ച ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 20,000-ലധികം സിനിമാ സ്നേഹികൾക്കായി സമർപ്പിക്കുന്നു ആനുവൽ മലയാളം മൂവി അവാർഡ്. ജോൺ വിൻ ബൈ സ്നോ വൈറ്റ്, അമ്മ 2008. നിങ്ങളുടെ പ്രിയ താരങ്ങൾ മോഹൻലാൽ, മീര ജാസ്മിൻ, തിലകൻ, ശ്രീനിവാസൻ, ഇന്നസെന്റ്, മുകേഷ്, സലീം കുമാർ, വിനീത് ശ്രീനിവാസൻ, ശ്വേത, ഭാമ, ശ്രീദേവിക, സമൃത, സുനിൽ. മലയാളത്തിന്റെ പ്രിയ കവി ONV, സംഗീതജ്ഞൻ M. ജയചന്ദ്രൻ, സംവിധായകൻ മേജർ രവി, കഥ പറഞ്ഞ M. മോഹൻ. നിങ്ങൾക്ക് വേണ്ടി പാടാൻ റിമിതോവി, മഞ്ജരി, അൻവർ, കൊല്ലം ഷാഫി, രാജീവ് കോടമ്പള്ളി. സംഗീത വിസ്മയം സൃഷ്ടിക്കാൻ സ്റ്റീഫൻ ദേവസി ആൻഡ് ബാലഭാസ്കർ പുതിയ ട്രെൻഡി ഡാൻസുമായി ഓഷൻ കിഡ്സ്. ജോൺ വിൻ ബൈ സ്നോ വൈറ്റ്, അമ്മ 2008. ടിക്കറ്റ് നിരക്ക് dirhams 30, 50, 200 admit to and star enclosure 500 dirhams for 2 people. ടിക്കറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് കിസ്സേ, ലുലു വില്ലേജ്, ലുലു കരാമ, ലുലു സെന്റർ ഷാർജ, ലുലു ഹൈപ്പർ മാർക്കറ്റ് അജ്മാൻ, അൽഫല പ്ലാസ ഷാർജ, ഓൾ അമാലിയ പെർഫ്യൂംസ് ഔട്ട്ലെറ്റ്, നൂർ ജഹാൻ റെസ്റ്റോറന്റ് ബർദുബായ്, ഫാത്തിമ സൂപ്പർ മാർക്കറ്റ് ഷാർജ ആൻഡ് അബുദാബി. ഡിസംബർ 4 ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം. By Snow White Amma 2008. Brought to you by Emirates Post in association with Amalia Perfumes and the Country Club. Cái này là dừng hay là tắt? India and Fatima dừng tắt luôn. and powered by Standby cho mình cái việc Standby là chờ, tức là nó vẫn có thể tiếp tục lên nó bấm nó đấm nó luôn đó. 4.7 FM. quay luôn đi. Of Radio Asia Network. Mới có 1 phút rồi à. Bấm sang người khác ra. Đó, Nó về 7 phút mấy. 9 phút. Oh, very nice. Video này. Anh đi đi chứ. Giờ cao lên được nhiều đúng người đâu chứ.